ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മുണ്ടക്കയിലേക്ക് പോവുകയാണ്. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് 13 കിലോമീറ്റർ മേപ്പാടിയിൽ നിന്ന് നടന്നു വേണം പോകാൻ. വണ്ടി അവിടെ നിർത്തിയിട്ട് ഓൾ ഇന്ത്യ സ്കൗട്ട് അസോസിയേഷൻ്റെ 5 ആൾക്കാർ ഞങ്ങൾ നിലമ്പൂരിൽ പോകുന്നത്, ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ വഴിയിൽ നിന്ന് പോലീസുകാർ കൈയണിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, എന്നോട് പറഞ്ഞ് അവരെ വണ്ടികൾ ഏതെങ്കിലും വരികയാണെങ്കിൽ അതിൽ കയറി പോവാം, വേറെ പ്രൈവറ്റ് വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു ഫയർഫോഴ്സിൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റി തന്നു. അതുകൊണ്ട് കുറേ ദൂരം നടക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനെ മുണ്ടക്കയത്ത് എത്താറായി. അവിടുന്ന് അത്രയും പോലീസ് കൺട്രോളുണ്ടായിട്ടും ഇവിടേക്ക് ഇത്ര ഇതുപോലെ കണ്ടമാനം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങളും അതുപോലെ അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ച വാഹനങ്ങളുമാണ് ഈ വാഹനങ്ങളൊക്കെ. മുണ്ടക്കയത്ത് എത്തി നോക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഭയങ്കരമായ മണ്ണൊക്കെ വന്ന് ആകെ അടിഞ്ഞ് ചെറിയ പുഴ ആകെ വീതി കൂടി ഭയങ്കരമായൊരു പ്രശ്നമാണ്. ഇവിടെ ആർമിക്കാർ പാലം നിർമ്മിക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ ഗവർണർ സാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവർണർ സാർ അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആർമീൻ്റെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാരും ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്ന് സന്നദ്ധ സേവനം ചെയ്യാൻ മനസ്സ് കാണിച്ച ആൾക്കാരാണ്. ആർമിക്കാർക്ക് പിന്നെ അവരെ വണ്ടി കണ്ട് കടത്തിവിടും, പോലീസുകാർക്കൊക്കെ. എന്നാലും ഇത്രയും ദൂരം വന്നിട്ട് ആരും കാഴ്ചക്കാരായി നിൽക്കില്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം ഈ പാലം പണിക്ക് ഹെൽപ്പ് ചെയ്ത് അവരുടെ കൂടെ കൂടി അത് ലോറിയിൽ നിന്ന് ഇറക്കാനും ഒക്കെ സഹായിച്ച് അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. പിന്നെ സുഹൃത്തുക്കളൊക്കെ പലരും നടന്നാണ് ഇവിടെ എത്തിയത്. 13 കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥ വന്ന് 3 പേർക്ക്, ഞങ്ങൾ 2 പേർക്കാണ് വണ്ടി സൗകര്യം കിട്ടിയത്. ഞങ്ങൾ അക്കരെ എത്തി. മുണ്ടക്കയത്തേക്ക് പോകണമെങ്കിൽ ആ പുഴ കടന്ന് പോകണം. അങ്ങനെ അക്കരെ എത്തിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ വളരെ ഭയാനകമായ അവസ്ഥകളാണ് അവിടുന്ന് കാണാൻ കഴിയുന്നത്. ആകെ ചളി വന്ന് നിറഞ്ഞിട്ട് മൂടി കിടക്കുകയാണ്. അതിൽ വാഹനങ്ങളും പല അവശിഷ്ടങ്ങളും കാണുന്നുണ്ട്. അതിൽ ചിലപ്പം മനുഷ്യരും അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഇനി JCB ഒക്കെ വന്ന് മാന്തി നോക്കണം. അങ്ങനെ മുണ്ടക്കയത്തേക്ക് നടന്നു പോകുന്ന തിരക്കിൽ ഇതുപോലെ വണ്ടികളൊക്കെ ചതഞ്ഞരഞ്ഞ വണ്ടികളും വലിയ പാറക്കെട്ടുകളൊക്കെയാണ് റോട്ടിലുള്ളത്. പള്ളീൻ്റെ അടിഭാഗത്തെ ചുമരൊക്കെ പോയിട്ടുണ്ട്. പുഴ കിടക്കുന്ന അത്രയും താഴെ ഭാഗത്താണ്. എന്നിട്ടും ഇത്രയും ഹൈറ്റിലേക്ക് വെള്ളവും പാറകളും വരെ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എത്രമാത്രമായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും. ആ താഴെ കാണുന്ന ചെറിയ അരുവി പോലെ കാണുന്നതാണ് പുഴ. ഇത്ര ഉയരത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. ഒരു വീടിൻ്റെ മെയിൻ സ്ലാബാണ് കാണുന്നത്. വീട് അടിഭാഗമൊന്നും കാണുന്നില്ല, ഒക്കെ തകർന്ന് പോയിട്ടുണ്ട്. മരങ്ങളും ചെളിയും നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾ പോയ വഴിയിലൂടെ തന്നെ നടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വഴി മാറി നടക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അവിടെ കിണറുകളും ഒക്കെ ചളി നിറഞ്ഞതുണ്ടാവും, അതിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മാൻ പവർ തന്നെ കാര്യമായിട്ട് നടക്കുന്നത്. ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരൊന്നും വെറുതെ നിൽക്കില്ല, അവർക്കൊക്കെ അതിൻ്റേതായിട്ട് പണിയുണ്ട്. ഇത് മുണ്ടക്കൈ അങ്ങാടിയാണ് കാണുന്നത്. മരങ്ങളും കല്ലുകളും വന്ന് നിറഞ്ഞ് കിടക്കുകയാണ്. ആകെ തകർന്നൊരവസ്ഥയാണ്. വലിയ വലിയ മരങ്ങളൊക്കെ വന്ന് കടകളിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഈ കാണുന്നത്. എല്ലാം തകർന്നൊരവസ്ഥ. ആൾക്കാർ ആ വരിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ കയറ് പിടിച്ചിട്ട് നിൽക്കുകയാണ് വലിക്കാൻ വേണ്ടിയിട്ട്. വീടുകളൊക്കെ ഉണ്ടല്ല, ആ വീടിൻ്റെ അടിയത്തെ നില പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ വെറും മെയിൻ സ്ലാബ് മാത്രമേ കാണുന്നുള്ളൂ. ഇവർ കയറ് വലിക്കാൻ നിൽക്കുകയാണ്. ഇപ്പുറത്തെ വരിയിലുള്ള ആൾക്കാർ ബോഡി കിട്ടുമ്പോൾ അത് ഇങ്ങോട്ട് കരയ്ക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. മെയിൻ സ്ലാബുകളൊക്കെ ഹാമർ വെച്ച് അടിച്ച് പൊട്ടിച്ച് കമ്പി കട്ട് ചെയ്ത് മരങ്ങളും സ്ലാബൊക്കെ കയറിട്ട് വലിച്ച് ഒഴിവാക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ചളി മൂടി കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇങ്ങോട്ട് JCB ഒന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സന്നാഹങ്ങൾ ഇവിടെ എത്തിയെങ്കിലേ ഇതൊക്കെ മാറ്റി എല്ലാം തെരച്ചിൽ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ കഴിയുള്ളൂ. ആൾക്കാർക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് സമയം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് വീഡിയോസ് എടുത്താണ്. ഇതൊക്കെ റോഡൊക്കെ ഉണ്ട്, നിറച്ച് മരങ്ങൾ കിടക്കുക. മുണ്ടക്കൈ അങ്ങാടിയാണ് താഴെ കാണുന്നത്. അവിടുന്ന് ഇത്രയും ഹൈറ്റിലുള്ള മല കയറി പോയിട്ട് വേണം അപ്പുറത്തെ ഒരു 50ഓളം വീടുകൾ തകർന്ന് ആ ഏരിയയിലേക്ക് എത്താൻ. പുഴയാണ് കാണുന്നത്, ചെറിയൊരു ഇതുപോലെ.
ആകെ തകർന്ന് കിടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ വലിയ മരങ്ങളും കാറൊക്കെ ചതഞ്ഞ് പരന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞ് നടക്കുകയാണ് എല്ലാവരും. ഈ കാറിൻ്റെ അവസ്ഥ കണ്ടില്ലേ, പറ്റ തകർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെറും പാറകൾ മാത്രമേ ഉള്ളത്. അതിൻ്റെ വീടിൻ്റെ തറ പോലും കാണാനില്ല. അത്ര തുടച്ച് നീക്കി പോയിട്ടുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ, കണ്ടാൽ ഭയാനകമായിട്ട് തോന്നും. അത്ര താഴെയുള്ള പുഴയാണ്, ഇത്രയും ഹൈറ്റുള്ള പാറകളൊക്കെ ഇവിടേക്ക് ഇതിലൂടെ ഒഴുകി പോയത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്കി എന്തുമാതിരി വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊരു തറയാണ്, ഇതൊരു വീട് തകർന്ന് കിടക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് ഇവിടെ കാണാനുള്ളത്. റോഡുകളും ഒന്നും ഇല്ല. ഇതിൻ്റെ മേലത്തെ സ്ലാബൊക്കെ അതിന് കൂടുള്ളവർ ഞങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ടോ നോക്കിയിരുന്നു. കുറേ ആൾക്കാരൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബ് അടിച്ച് പൊട്ടിച്ചതാണ്. എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടേക്കൊക്കെ ഒരു JCB എന്തെങ്കിലും എത്തണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഉച്ച കഴിഞ്ഞിട്ട് മുണ്ടക്കയിലേക്ക് തന്നെ JCB എത്താൻ കഴിയുള്ളൂ എന്നുള്ള സിറ്റുവേഷനാണ്. ഇതൊരു തറ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ തറ പോലും കാണാനില്ല. ആ ഒരു അവസ്ഥയിൽ തുടച്ച് മാറ്റിയിട്ടുണ്ട്. അതൊരു തറ ആണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാറും ബൈക്കും കിടക്കുന്നുണ്ടല്ലേ, ചതഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഈ ആൾക്കാരൊന്നും മുണ്ടക്കയത്ത് ആണ് വെറുതെ നോക്കി നിൽക്കുന്ന ആൾക്കാരല്ല. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ക്ഷീണിക്കുന്ന സമയത്ത് കുറച്ച് സമയം മാറി നിന്ന് നോക്കുകയാണ്. ആൾക്കാർ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം കിലോമീറ്ററുകളോളം നടന്ന് ഇവിടെ വന്നിട്ട് ആരും വെറുതെ നിൽക്കാൻ പോകുന്നില്ല. ആ പാറൻ്റെ അപ്പുറത്ത് 2 പേര് കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പാറ മാറ്റാൻ വേണ്ടി JCB എത്തിയിട്ടുണ്ട്. അതിൻ്റെ തിരക്കിലായിരുന്നു. ഇത് ആ അമ്പലമാണ്. അമ്പലത്തിൻ്റെ ചുറ്റുമതിലും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇങ്ങനത്തെ എത്തിയെങ്കിൽ JCBകളും ഇതൊക്കെ എത്തിയെങ്കിൽ ഇനി പ്രവർത്തനം നടക്കുകയുള്ളൂ. പാലം പണി കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. ആ കാറ് ഉണ്ടല്ലേ, ഈ വീടിൻ്റെ ഈ ചളിക്കടിയിൽ ഇപ്പോൾ അവർ 2 വാഹനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാറുകളൊന്നും ഈ വീട്ടുകാരതോ ആരതും അല്ല. ഇതൊക്കെ ഇവിടെ ചെറിയ നടവഴി മാത്രമുള്ളായിരുന്നു ആ വീട്ടിലൊക്കെ. ഇതൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് അടിഞ്ഞ കാറുകളാണ്. ഇതൊരു ബോഡി അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. കമ്പിയിലൂടെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് അവിടുത്തെ ഡ്യൂട്ടി വർക്കുകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് വൈകുന്നേരമായപ്പോൾ തിരിച്ച് പുഴ കടക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഈ പട്ടാളക്കാർ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ കയറും പിടിച്ച് നിൽക്കൽ. ആൾക്കാർക്ക് അക്കരക്കും ഇക്കരക്കും പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നടപ്പാലം ഉണ്ടാക്കിയിട്ട് അതിലൂടെ രക്ഷാപ്രവർത്തനമായിട്ട് അവിടെ കയറും പിടിച്ച് രാവിലെ മുതൽ നിൽക്കുകയാണ് അവരൊക്കെ. ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് കാണാൻ.